നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ അത് ഇനിയും വിട്ടില്ലേടാ ചക്ക. മൂടിക്കെട്ടിയ ക്രിസ്റ്റിയുടെ മുഖം കണ്ടതും മറിയാമ്മച്ചി ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ ഒന്ന് ചിരിച്ചു. സാരമില്ലടാ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഓർമ്മയില്ലേലും നിനക്കറിയാവല്ലോ അവൾ നിന്റെ കൂടപ്പിറപ്പാണെന്ന്. നീ ചെയ്ത ഏതൊരു കൂടപ്പിറപ്പും ചെയ്യുന്നത് തന്നെയാ. ആ ചെകുത്താൻ പറഞ്ഞതിനുള്ള നീ അപ്പം തന്നെ കൊടുത്തല്ലോ. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവന്റെ ആ തിരുമോന്ത നോക്കിന്ന് കൊടുക്കാൻ എന്റെ കൈ ധരിച്ചതാ. മറിയാമ്മച്ചിയുടെ രോഷം കണ്ടതും ക്രിസ്റ്റിക്ക് ചിരി വന്നു. പിന്നെ എന്തേ അത് ചെയ്യാഞ്ഞു? ടേബിളിൽ കൈകുത്തി വെച്ചിട്ട് അവൻ ചിരിയോടെ ചോദിച്ചു. ഓ, അവനെ തൊട്ട എന്റെ കൈ നാറും. വെറുതെ എന്നാത്തിനാ? മറിയാമ്മച്ചി ചുണ്ടുകൊട്ടി. ഓവ, അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ലാതെ ആ നാറിയെ പേടിച്ചിട്ടാണെന്ന് കരുതിയോ നീ? നടുവിന് കൈകുത്തിന്ന് ക്രിസ്റ്റിയെ നോക്കി മറിയാമ്മച്ചി കണ്ണുരുട്ടി. ഏയ്, ഞാനങ്ങനെയൊന്നും കരുതിയില്ല. അവരൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവന്റെ മുന്നിലേക്ക് ഭക്ഷണം നീക്കിക്കൊടുത്തു. പ്രായമായ ഒരു പെങ്കൊച്ചു മൂവന്തി നേരത്തെ ആണൊരുത്തന്റെ കൂടെ കയറി വരുമ്പോ അന്തസ്സുള്ളൊരു തന്ത ചെയ്യുന്നാണോ അവൻ ചെയ്തതും പറഞ്ഞതും? അതിനെ ചോദ്യം ചെയ്യാണ്ട് എന്റെ ചെക്കന്റെ നെഞ്ചത്തോട്ട് കയറാൻ നിൽക്കുക ചേറ്റ. മറിയാമ്മച്ചിക്ക് ദേഷ്യം തീരുന്നില്ല. ക്രിസ്റ്റി ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ച് കൈ നീർത്തി അവനെയായിരുന്നു നാല് പൊട്ടിക്കേണ്ടത്. അവനിക്കൊരു തന്തയാണോ? ഏത് കൊമ്പത്തെ കുടുംബക്കാരനാണെങ്കിൽ പോലും പെൺകുട്ടികളുടെ കൂടെ പറഞ്ഞുവിടാൻ പറ്റിയ കാലാണോ ഇത്? അത് വലുതും അവനറിയണോ? വൃത്തിയേട്ടവൻ. എന്നിട്ട് അവൻ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. കരിപ്പ് തീരാതെ മറിയാമ്മച്ചി വിളിച്ചു പറയുന്നെല്ലാം കേട്ടുകൊണ്ടാണ് ക്രിസ്റ്റി ഇരുന്ന് കഴിച്ച് തീർത്തത്. ദിലുവിനെ ഇന്ന് ഇവിടെ എങ്ങനെ കണ്ടായിരുന്നോ മറിയാമ്മച്ചി? കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി തിരിഞ്ഞിട്ട് ക്രിസ്റ്റി ചോദിച്ചു. കോർത്തൊരു നോട്ടമാണ് അവനാദ്യം ഉത്തരമായി കിട്ടിയത്. ഞാനെങ്ങും കണ്ടില്ല നിന്റെ കുരുവിനെ. അവളെ മാത്രമല്ല, നിന്റെ അമ്മയും ഇവിടെ എങ്ങും വന്നിട്ടില്ല. തിരിഞ്ഞു നിന്നിട്ട് മറിയാമ്മച്ചി പറഞ്ഞതും മുന്നോട്ട് നടന്ന ക്രിസ്റ്റിയുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. അവള് നിനക്കെതിരെ പറയില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേടാ? സൂസൻ റോയ്സിനെ നോക്കി. ചുണ്ടിലൊരു പുഞ്ചിരിയോടെ റോയ്സ് അമ്മയെ നോക്കി ചിരിച്ചു. കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നാൽ മതിയായിരുന്നു. ഒരു നെടുവീർപ്പോടെ സൂസൻ മധുരം ചേർത്ത ചായ കപ്പുകളിൽ നിറച്ചു. നടക്കും അമ്മേ, റോയ്സ് ഒന്ന് വിചാരിച്ചാൽ നടന്നു കഴിഞ്ഞതുകൊണ്ട് കരുതാൻ. പുറത്തിരിപ്പുള്ള അമ്മയുടെ പുന്നാര ബ്രോ ഇനി ഇങ്ങോട്ട് വരുന്ന എന്റെ മകൾക്ക് വേണമെന്ന് കെഞ്ചിക്കൊണ്ടായിരിക്കും. ഇതെന്റെ വാക്കാ, അമ്മ കുറിച്ചു വെച്ചോ. താടിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് സൂസന് കുറിക്കാൻ നടന്നുണ്ടാവും പറഞ്ഞു. പതിയെ പറഞ്ഞേ, ചേട്ടൻ ഞാൻ കേട്ട പിന്നെ തീർന്നു. ചുണ്ടിൽ വിരൽ ചേർത്ത് വെച്ച സൂസൻ കണ്ണുരുട്ടി. കേട്ടാലും ഒരു ചുക്കും ചെയ്യില്ല അമ്മയുടെ ചേട്ടൻ. അതിനുള്ളതെല്ലാം ഈ റോയ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് റോയ്സ് ആജ്ഞാപിക്കും, അമ്മയുടെ ചേട്ടൻ അനുസരിക്കും. വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ ആവേശത്തിൽ പറയുമ്പോൾ സൂസന്റെ കണ്ണുകൾ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് നീണ്ടു. വർക്കിയുണ്ട് അവിടെ. ഇന്നലെ കുന്നേൽ ബംഗ്ലാവിൽ വെച്ച് ക്രിസ്റ്റി റോയ്സിനോട് അങ്ങേറ്റം മോശമായി പെരുമാറിയത് ചേട്ടൻ മനസാക്ഷിയില്ലാതെ നോക്കി നിന്നുവെന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് സൂസൻ വിളിച്ച് ആവലാതി പറഞ്ഞതിന്റെ തീർപ്പ് കൽപ്പിക്കാൻ വന്നതാണ് അയാൾ. അമ്മയുടെ ആ മണ്ടൻ ചേട്ടനെയല്ല നമ്മൾ ഭയക്കേണ്ടത്, അവനെയാണ്. കണ്ണിൽ കനൽ ഒളിപ്പിച്ചുകൊണ്ട് ഒരുത്തണ്ടല്ലോ അവിടെ, ക്രിസ്റ്റി ഫിലിപ്പ്. അവന് നമ്മൾ ഭയന്നേ മതിയാവും. കത്തിപ്പെടാൻ കനൽ ഒരു തരി മാത്രം മതി. ഇടത് കവിളിൽ തടവി അത് പറയുമ്പോൾ റോയ്സിന്റെ കണ്ണുകളിൽ പകയാളി, പല്ലുകൾ ഞെരിഞ്ഞു. അവൻ വെറും ഓലപ്പടക്കാൻ മോനെ. ആദ്യത്തെ പൊട്ടിത്തെറി മാത്രമേ കാണൂ, പിന്നെ പുകഞ്ഞങ്ങ് നിന്നോളും. പാത്രത്തിൽ പലഹാരങ്ങൾ നിരത്തുന്നതിനിടെ സൂസൻ മകനെ ആശ്വസിപ്പിച്ചു. അത് നമ്മുടെ വെറും തോന്നലാണ് അമ്മേ. അവൻ അത്ര പെട്ടെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോ, എന്തിന്, എവിടെയെന്നൊന്നുമില്ല. അനീതിക്കെതിരെ അവന്റെ പ്രതികരണം അതിരൂക്ഷമായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കുന്നേൽ ബംഗ്ലാവിലെ കിരീടമില്ലാത്ത രാജകുമാരന്. വീണ്ടും ഇടതുകാലിൽ തഴുകി പുച്ഛത്തോടെ റോയ്സ് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഞാനും അറിഞ്ഞ് വല വീശിയിട്ടുണ്ട്. അവനും വരും എനിക്ക് മുമ്പിൽ ഇറക്കാൻ. വരുത്തിക്കും ഞാൻ. അങ്കിളിനോട് അവന് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഡെയ്സി ആൻറ്റി കരയുന്നവനെ സഹിക്കാൻ കഴിയില്ല. അതെനിക്ക് നല്ലപോലെ അറിയുന്ന കാര്യമാണ്. വിജയ് ചിരിയോടെ റോയ്സ് തലയരിച്ച് അമ്മയെ നോക്കി. സൂസന്റെ മുഖത്ത് മകനെ കുറിച്ച് അഭിമാനമാണ് നിറഞ്ഞു കാണുന്നത്. വരണം, അവൻ വരണം. എന്നിട്ട് എനിക്കുണ്ട് അവനോട് ഇച്ചിരി കണക്ക് ചോദിക്കാൻ. വീണ്ടും റോയ്സിന്റെ പല്ലുകൾ ഞെരിഞ്ഞാൻ പറഞ്ഞു. ആ, അതൊക്കെ ചോദിക്കാം. ഇപ്പൊ നീ ചായ കൊണ്ടുകൊടുക്കുക, അല്ലെങ്കിൽ നിന്റെ അപ്പനും ചേട്ടനും കൂടി തള്ളി വീട് മറിച്ചിടും. ചായ ഗ്ലാസ് ഒതുക്കി വെച്ച ട്രേ അവന് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് സൂസൻ ഓർമ്മിപ്പിച്ചു. അതേസമയം ക്രിസ്റ്റി എങ്ങനെ ഒതുക്കിക്കളയാമെന്ന ഗഹനമായ ചിന്തകളിലാണ് വർക്കിയും സൂസന്റെ കെട്ടിയവൻ തോമസും. ക്രിസ്റ്റി ഒതുക്കാൻ മുന്നേയും പല പ്രാവശ്യം രണ്ടാൾ ഒരുമിച്ച് ശ്രമിച്ചിട്ട് ഒടുവിൽ അവൻ തിരിച്ചു കൊടുത്ത നിരവധി പണികൾ ഓർമ്മയിലുണ്ടെന്നുകൊണ്ട് തന്നെ അവരൊരു വഴി ആലോചിച്ച് നോക്കും മുന്നേ അതിനവൻ തിരിച്ചു കൊടുക്കുന്ന കെണിയാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇനി ചായ കുടിച്ചിട്ടാവാങ്കിൽ, അതിവിനയത്തോടെ റോയ്സ് പറഞ്ഞതും വർക്കി വിഷമത്തോടെ അവനെ നോക്കി. ഇന്നലെ ക്രിസ്റ്റിയോട് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതിന്റെ യാതൊരുവിധ പിണക്കങ്ങളും ഇല്ലെന്ന് മാത്രമല്ല, അവൻ ഇപ്പോഴും വർക്കിയങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ള മനോഭാവമാണ്. ഒന്നും മനസ്സിൽ വെച്ചേക്കലേ മോനെ, വർക്കി വീണ്ടും പറഞ്ഞു. വന്നിട്ട് ഇത് 3-4 പ്രാവശ്യമാണ് വർക്കി അവനോടത് പറയുന്നത്.
ക്രിസ്റ്റിക്കെതിരെ തനിക്കൊപ്പം നിൽക്കാൻ തന്റെ കുടുംബം മൊത്തമുണ്ടെന്ന് തന്നെയായിരുന്നു വർക്കിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയൊരു സമാധാനം. നേർക്കുനേർ അവനോട് കളിച്ച് ജയിക്കാനാവില്ലെന്നത് അനേകായിരം തവണ അനുഭവിച്ചറിഞ്ഞതാണ്. ഞാനൊന്നും മനസ്സിൽ സൂക്ഷിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടിയത് അവൻ അങ്കിളിന് കരുതി വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്കിളിന് കിട്ടാനുള്ളത് ഞാൻ ഏറ്റുവാങ്ങിയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഗൂഢമായൊരു ചിരിയോടെ റോയ്സ് അത് പറയുമ്പോൾ വർക്കിയുടെ മുഖം വിളറിപ്പോയിരുന്നു. അങ്കിളിൽ നിന്നോർത്ത് വിഷമിക്കേണ്ട. ഇനി അധികം വളരാൻ നമ്മൾ അവൻ അവസരം ഒരുക്കണമെന്ന് ഗൗരവത്തോടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ അങ്കിളിന് പകരം എനിക്ക് കിട്ടി. നാളെ അത് നേരിട്ട് തരാനും അവൻ മടിക്കില്ലെന്ന് ഉറപ്പാ. കൗശലത്തോടെ റോയ്സ് വർക്കിയെ നോക്കി പറഞ്ഞു. ദേ ക്രിസ്റ്റി, എന്റെ ക്ഷമയുടെ ഏറ്റവും അവസാന സ്റ്റേജിലെ ഞാൻ. ഇനി എന്നെ നീ പരീക്ഷിക്കരുത്. ഞാൻ നിലവിട്ട് വല്ലതും ചെയ്തു പോകും കേട്ടോ. എത്ര പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും തെളിയാത്ത ക്രിസ്റ്റിയുടെ മുഖം. ഫൈസി ദേഷ്യത്തിലാണ്. ആര്യൻ രണ്ടുപേരെയും മാറി മാറി നോക്കിയിരുന്നു. ഒരുത്തം പടക്കം പോലെ കൺമുമ്പിൽ നിന്ന് പൊട്ടിച്ചിതറുന്ന കണ്ടിട്ടും യാതൊരു കുലുക്കവുമില്ലാത്ത മറ്റൊരുത്തന്റെ ഇരിപ്പ്. ആര്യൻ തലയാട്ടിക്കൊണ്ട് രണ്ടാളെയും നോക്കി. ഇരിപ്പിടത്തിനടുത്തുകൂടി നടന്നു പോകുന്ന കുട്ടികൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടതും ആര്യൻ ഫൈസി അവനരികിൽ പിടിച്ചിരുത്തി. ഇവൻ എന്താടാ ഇങ്ങനെ? എത്ര പറഞ്ഞിട്ട് ഇവനെന്തൊന്നും മനസ്സിലാവാത്തത്? എല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്ക് തലയിൽ കൈ താങ്ങിക്കൊണ്ട് ഫൈസി കുനിഞ്ഞിരുന്നു. താഴെയുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. കയ്യിലൊരു പിടി വാഗപ്പൂക്കളുമായിരിക്കുന്ന ക്രിസ്റ്റിയുടെ നോട്ടം അങ്ങോട്ടേക്കാണ്. ഫൈസി എന്തൊക്കെ പറഞ്ഞിട്ടും അവനൊരക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇനി നീയും കൂടി അങ്ങ് തുടങ്ങിക്കോ. മോന്ത വീർപ്പിച്ചെടുക്കൽ അതോടെ പൂർത്തിയായി. ഫൈസിയുടെ മങ്ങിയ മുഖം കൂടി കണ്ടതോടെ ആര്യൻ കടുപ്പത്തിൽ പറഞ്ഞു. ഞാൻ പിന്നെ തലയും കുത്തി നിൽക്കണം. മര്യാദ പറഞ്ഞിട്ട് ഇവന് മനസ്സിലാവണ്ടേ? ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ അല്ലാത്തതിനേണ്ടി നാറിയുടെ തലക്ക് മുകളിൽ അന്നേ ഞാൻ പറഞ്ഞ ആ വയ്യാവേലിയുടെ അടുത്ത് തലയിൽ വെക്കണ്ടാന്ന്. വലിയ ആദർശമായിട്ട് അവൻ മദർ തെരേസ കളിച്ചു. എന്നിട്ടിപ്പോ അവന്റെ ഒരു മൗനം. ഫൈസി ക്രിസ്റ്റിയെ നോക്കി പല്ലടിച്ച്. ക്രിസ്റ്റിയുടെ മിഴികൾ കൂടി ചലിച്ചില്ല. അത്രയും കേട്ടിട്ടും. നിനക്കൊന്നും പറയാനില്ലടാ? ആരും ക്രിസ്റ്റിയുടെ തോൾ തട്ടിക്കൊണ്ട് ചോദിച്ചു. അവനെന്ത് തേങ്ങാക്കുല ഇനി പറയുന്നു? ഫൈസി ചുണ്ടുകൊട്ടി. ഇതുപോലൊരു അവസ്ഥയിൽ നമ്മളിവനെ കണ്ടിട്ടില്ലല്ലോ ഫൈസി. ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഉലയാതെ നിന്ന് അത് നേരിട്ടവൻ ആ ക്രിസ്റ്റി ഫിലിപ്പെന്ന് നമ്മളോളം വേറെ ആർക്കും അറിയാവുന്നു. ഇതിപ്പോ നീ ദേഷ്യപ്പെടാതെ ചോദിക്ക്. അവൻ നമ്മൾ ചോദിച്ചാൽ പറയടാ. ആര്യം പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും ഫൈസിയെ നോക്കി. അവന്റെ കണ്ണുകളും ക്രിസ്റ്റിയിലാണ്. ചുവന്ന് കലങ്ങിയ ആ കണ്ണുകൾ അവന്റെ ഹൃദയം വരച്ച് കാണിക്കുന്ന പോലെ. ഫൈസി എഴുന്നേറ്റു ക്രിസ്റ്റിയുടെ അരികിൽ ചെന്നിരുന്നു. തോളിൽ കൂടി കൈയിട്ട് പിടിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അല്പസമയം രണ്ടാളും ഒന്നും മിണ്ടാതെ തമ്മിൽ നോക്കിയിരുന്നു. ഫാത്തിമ കയറിയിറങ്ങിപ്പോയത് കുന്നേൽ ബംഗ്ലാവിലല്ല, എന്റെ ചങ്ങായിന്റെ കൽബിലാണല്ലേ? ആർദ്രമായ ആ ചോദ്യം ക്രിസ്റ്റിയെ ഉലച്ചു കളയാൻ പാകത്തിനുള്ളതായിരുന്നു. കണ്ണുകളൊന്ന് പിടഞ്ഞു. അവൻ വേഗം നോട്ടം മാറ്റി. ആര്യനെ അത്ഭുതത്തോടെ ക്രിസ്റ്റിയെ നോക്കി. നിനക്ക് അവളോട് പ്രണയാണല്ലേ? വീണ്ടും ഇടനെഞ്ചിൽ തുളച്ച് കയറുന്ന ഫൈസിയുടെ ചോദ്യം. ക്രിസ്റ്റിയുടെ കയ്യിലുള്ള വാഗപ്പൂക്കൾ ഞെരിഞ്ഞമർന്നു. എനിക്ക് പേടിയാ ഋഷിയേട്ടാ. മുന്നിൽ നിൽക്കുന്നവളുടെ വിളറിയ മുഖം. ഋഷിന് ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച്. അങ്ങനെയൊക്കെ പേടിച്ചാലൊടിയാർ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഗൂഢമായൊരു ചിരിയോടെ ഋഷിയുടെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. ഏട്ടനറിയാലോ എൻ്റെ അവസ്ഥ. നിങ്ങളെപ്പോലെയല്ല. ഞങ്ങളുടെ കോളനിയിൽ ഇതുപോലെ അറിഞ്ഞാൽ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. പ്രായമായ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ ഗതികെട്ട് ഞങ്ങളുടെ കോളനിയുടെ ഏക പ്രതീക്ഷ ഞാനാ. എൻ്റെ അവസ്ഥ മുന്നേ ഞാൻ പറഞ്ഞല്ലേ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ എൻ്റെ സ്നേഹം ഞാൻ അറിയിച്ച്. ഋഷിയേട്ടൻ സ്നേഹം പറഞ്ഞുകൊണ്ട് പിന്നിലാണെന്ന് എന്നെ വീഴ്ത്തി കളഞ്ഞല്ലേ. എന്നാലും എൻ്റെ പൊസിഷൻ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. എന്നെക്കാൾ എത്രയോ നല്ല കുട്ടികൾ കിട്ടുമായിരുന്നു. എന്നിട്ട് എന്ത് കണ്ടിട്ടാണാവോ ഈ പട്ടിണി പാകത്ത് ഇങ്ങനെ സ്നേഹം കൊണ്ട് മൂടുന്നു? അതിനുള്ള അർഹതയുണ്ടോ എനിക്ക്? അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഋഷിയുടെ ചിരിക്ക് പതിവില്ലാത്ത ഭംഗിയേറി. ചുണ്ടുകൾക്ക് ഓടിപ്പോയത് അവൾ കണ്ടതുമില്ല. ഋഷിൻ ചെറിയാണ് ഇത്രയും കാലത്തിനടക്ക് ഒരാളോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. ആ ഒരാളെ മാത്രമേ എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുതി ചേർത്തിട്ടുള്ളൂ. ആരിനി പകരം വന്നാലും ആ ഒരാൾക്ക് മാത്രമേ ഋഷിനിൽ അവകാശമുള്ളൂ. ആ ഒരാളാണ് നീ, എൻ്റെ മാത്രം ഗൗരി. അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഋഷിൻ പറഞ്ഞതും ഞൊടിയിട കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചുവന്ന് തൊടുത്ത ചുണ്ടുകൾ വിറക്കുന്ന ഋഷിൻ കൊതിയോടെ നോക്കി നിന്നു. അവനറിയാം താൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഗൗരി എന്ന ആ പാവം പെൺകുട്ടിയിലേക്ക് അവന്റെ കള്ളപ്രേമം ചേർത്ത് വെച്ചത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി അകലെയാണ് അവളുടെ വീട്, അല്ല കോളനി. ഋഷിന്റെ അരികത്ത് പോലും നിൽക്കാൻ കഴിയാത്ത അവളുടെ അസൗകര്യങ്ങൾ നിറഞ്ഞൊരു കോളനിയിലെ ഒരുപാട് പേരുടെ സ്വപ്നവും വയസ്സാണ് ഗൗരി എന്ന പെൺകുട്ടി ആ കോളേജിലേക്ക് എത്തിപ്പെട്ടത്. പഠിക്കാൻ അതിസമർത്ഥയാണെന്നതിനൊപ്പം തന്നെ അവളുടെ സൗന്ദര്യവും വർണ്ണനയ്ക്ക് അതീതമായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും പിന്നിൽ അണിനിരക്കാൻ പിടിപാടുള്ള ആരുമില്ലെന്നതും അവളുടെ സൗന്ദര്യവും അവനെ അവിടെ കാമുകനാക്കി. അവൾക്ക് മുന്നിൽ അവൻ തകർത്ത് അഭിനയിച്ച് രസിച്ച്. ഗൗരി അത്ര പെട്ടെന്നൊന്നും പിടിതരില്ലെന്ന് ഉറപ്പായതോടെ അവൻ തന്റെ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചു തുടങ്ങി. അവന്റെ കൂട്ടുകാരുടെ കട്ട സപ്പോർട്ട് കൂടി ആയതോടെ അവനും ഹരം കയറി.
കൂടെ ഒരു യാത്രയ്ക്ക് വിളിച്ചതിന്റെ റിസൾട്ടാണ് അവന്റെ നെഞ്ചിൽ ചേർന്ന് ഇന്ന് കരയുന്നത്. വേണ്ട, നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി അത് പറയില്ല. നിനക്കിഷ്ടമില്ലാത്തതൊന്നും നിന്റെ ഏട്ടൻ ചെയ്യുന്നില്ല. ഗൂഢമായൊരു ചിരിയോടെ ഋഷിൻ ഗൗരി ഒന്നുകൂടി ഇറുകെ പുണർന്നു. അവൾക്ക് അവനോടുള്ള സ്നേഹം ഇച്ചിരി കൂടി വളർന്നു. വിശ്വാസവും. ക്രിസ്റ്റിയുടെ അതുവരെയും കണ്ട് പരിചിതമല്ലാത്ത പ്രണയം നിറഞ്ഞ മുഖം, പ്രിയപ്പെട്ട ആരെയോ കാണാൻ അത്രമേൽ പിടക്കുന്ന അവന്റെ മിഴികൾ, പ്രണയഭാരത്താൽ തുടിക്കുന്ന ഹൃദയം, എല്ലാം അന്ന് ആദ്യമായി കാണുന്നതിന്റെ ആശ്ചര്യമുണ്ടായിരുന്നു ഫൈസിക്ക്. ആര്യൻ അവൻ അത്രത്തോളം അറിഞ്ഞിട്ടില്ല എങ്കിലും ആ ഭാവം അവനും പുതുമയുള്ളതാണ്. ഹൃദയത്തിലുള്ള അതുപോലെ ക്രിസ്റ്റി അവർക്ക് മുമ്പിൽ മനോഹരമായി വരച്ച് ചേർക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ആ മനസ്സിൽ അത്രയും ആഴത്തിൽ ഫാത്തിമ വേരോടി തുടങ്ങിയ കാര്യം. 2 ദിവസം നല്ല വയസ്സേ. ഞാൻ അവളെന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി കാണുന്ന പ്രതീക്ഷയില്ലാഞ്ഞിട്ടും ഒരുപാട് ചങ്ക് തകർക്കുന്ന അനുഭവങ്ങളുടെ തീച്ചൂളിൽ പൊള്ളിപ്പിടഞ്ഞിട്ടും അവളെ ഞാനും സംരക്ഷിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്നേഹമെന്നല്ലാതെ വേറെന്തു പേരാണ് ഫൈസി പറയേണ്ടത്? വെറും ഒരു 2 ദിവസം കൊണ്ട് അവളെങ്ങനെ നിന്നെ ഇത്രയും സ്വാധീനിച്ചു എന്ന ഫൈസിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു അത്. ഉള്ളിലെ വികാരത്തള്ളിച്ചയിൽ ക്രിസ്റ്റി കിതക്കുന്നുണ്ടായിരുന്നു. ചെമ്പരത്തിപ്പൂ പോലെ അവന്റെ മുഖം ചുവന്ന് വിങ്ങി. ഫൈസിയും ആര്യനും അവനെ ഇമച്ചിമാതെ നോക്കി നിന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവളെന്റെ ആരൊക്കെയോ പോലെ എനിക്ക് തോന്നിയിരുന്നു. അവളെ അറിയാമെന്ന് എൻ്റെ ഹൃദയം വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ എൻ്റെ മുഖത്ത് നോക്കി അറക്കൽ സലാമിൻ്റെ മകളാണെന്ന് അവൾ പറഞ്ഞ ആ നിമിഷം ഞാൻ വീണ്ടും ആ 10 വയസ്സുകാരിലേക്ക് എടുത്തെറിയപ്പെട്ടിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ അവിടെ ഇച്ഛയായിട്ട് തന്നെയാണ് ആ മുന്നിലേക്ക് നിന്നത്. അത്രയ്ക്ക് റിസ്ക് കൊണ്ട് നീ ഓർമ്മപ്പെടുത്തിയിട്ടും എനിക്ക് അവളെ ഉപേക്ഷിച്ച് കളയാൻ കഴിയാഞ്ഞതും അവളെൻ്റെ ഫൈസിയെ നോക്കി നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു. അവൻ താടിക്ക് കൈ കൊടുത്തിട്ട് അവനെ നോക്കിയിരുന്നു. ആര്യനും ചെറിയൊരു ചിരിയോടെ അവനിലേക്ക് തന്നെയാണ് നോക്കുന്നത്. എന്നോ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് അത്രമേൽ ആർദ്രമായി ക്രിസ്റ്റി പറയുന്നത്. കേൾക്കാൻ ഇമ്പമുള്ളൊരു ഗസൽ പോലെ അവനത് ആസ്വദിക്കുകയാണ്. ഞാൻ കാത്തിരിക്കുന്ന പോലെ, ഓർത്തിരുന്ന പോലെ അവൾ എന്നെയും ഓർക്കുന്നുവെന്നും കാത്തിരിക്കുന്നുവെന്നും അറിഞ്ഞ നിമിഷം ഞാൻ ഉറപ്പിച്ചു വെച്ചതാ. ഇനി ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടിയിട്ട് പാത്തുവിനെ അവളുടെ ഇച്ഛ ഉപേക്ഷിച്ച് കളയില്ലെന്ന്. ആവശ്യത്തിലേറെ ഉറപ്പുണ്ടായിരുന്ന ക്രിസ്റ്റി അത് പറയുമ്പോൾ ഫൈസിക്കും ആര്യനത് പെട്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ, നിങ്ങളെനിക്ക് മുന്നേ അറിയാമെന്ന് അവൾ എന്നോട് പറഞ്ഞ നിമിഷം ഞാൻ തേടുന്നവളും അവൾ തേടുന്നവൻ ഇപ്പോൾ ഒരേ കൊടക്കിഴിയിലാണെന്ന് ആ കണ്ണിലേക്ക് നോക്കി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കതിന് പറ്റിയില്ല. അതുപോലൊരു വഴിവക്കിൽ വെച്ചല്ല വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ റിസൾട്ട് അവൾ അറിയേണ്ടതെന്ന് എനിക്ക് തോന്നി. അന്നത്തെ ഒരു പൊട്ട ചിന്ത. വീണ്ടും ക്രിസ്റ്റിയുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു. പറയണമായിരുന്നു ഞാൻ തന്നെയാണ് ഈ നാട്ടിലെത്തിയത് മുതൽ അവൾ തേടുന്ന അവളുടെ ഇച്ഛയെന്ന് പറയണമായിരുന്നു എങ്കിൽ. പാതിൽ നിന്നെത്തി ക്രിസ്റ്റി ഫൈസിയെയും ആരിനെയും നോക്കി. തെറ്റിപ്പോയി, നിന്നെ മനസ്സിലാക്കുന്നതിൽ എനിക്കൊരുപാട് തെറ്റിപ്പോയി ക്രിസ്റ്റി. നെടിവീർപ്പോടെ ഫൈസി പറഞ്ഞു. അത് തന്നെയാണ് ആര്യനും പറയാനുള്ളതെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം. ഇതുണ്ടല്ലോ, ഒരാളോട് തോന്നുന്ന വെറുമൊരു ഇഷ്ടമല്ല ക്രിസ്റ്റി. ആത്മാവിനാഴങ്ങളിൽ ഹൃദയം കൊണ്ടെഴുതിയ പ്രണയ കാവ്യമാണ്. മറ്റൊരാൾ നിന്നോട് മത്സരിച്ചാൽ തോറ്റുപോകുന്ന നിന്റെ പ്രണയം. ക്രിസ്റ്റി അതിനുത്തരമൊന്നും പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അതുവരെയും ചൂഴ്ന്നു നിന്നിരുന്ന വലിയൊരു അസ്വസ്ഥതയുടെ മൂടുപടം അഴിഞ്ഞു വീണതുപോലൊരു ആശ്വാസം തോന്നി അവന്. അവരോടെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ, ഇനി പറ, മനസ്സിൽ ഇതിന്റെ കണ്ണുണ്ടായിട്ടാണോ നീ ഇത്രയും നേരം മൂകമായിരുന്നു? ഫൈസി ചോദിച്ചു. ക്രിസ്റ്റി അതിൽ നിന്ന് തലയാട്ടി കാണിച്ചു. പിന്നെ എനിക്കവളെ കാണണം ഫൈസി. ഉള്ളിലുള്ളതെല്ലാം അവളോട് മുഖത്ത് നോക്കി പറയണം. തൊട്ടരികിൽ നിന്നിട്ട് ആ സന്തോഷം എനിക്ക് അടുത്തറിയണം. ക്രിസ്റ്റി ഫൈസിയെ നോക്കി. ഒറ്റ ദിവസം കൊണ്ട് മാറ്റം വരുന്നവരാരും അറക്കൽ തറവാട്ടിലില്ലെന്ന് എന്നെക്കാൾ നന്നായിട്ട് തനിക്കറിയാലോ. ക്രിസ്റ്റിയുടെ ചോദ്യത്തിന് അതേന്ന് ഫൈസി തലയാട്ടി. രക്ഷപ്പെട്ട് കാണുമെന്ന് നമ്മൾ ആശ്വസിക്കുമ്പോൾ അവൾ വേറെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടല്ലോ ഫൈസി. ഇത്രയും മുന്നേ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തിയെടുക്കാവുന്ന ഒരു കുരുക്കിലാണ് അവളെങ്കിലോ. എനിക്കത് ഓർക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടടാ. ക്രിസ്റ്റി ഫൈസിയുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. അതൊന്നും അറിയാതെ എനിക്ക് പറ്റുന്നില്ലടാ. കൈ നീട്ടി പിടിക്കാവുന്ന അത്രയും അടുത്തുണ്ടായിരുന്നിട്ടും ഇത്രയും കാത്തിരുന്ന് കണ്ടുപിടിച്ചിട്ടൊടുവിൽ എനിക്കറിയില്ല ഫൈസി, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ എങ്ങനെ നിങ്ങൾ അറിയിക്കുമെന്ന്. ഉള്ളിലെ സംഘർഷം വാക്കുകൾ കൊണ്ട് അവർക്ക് മുമ്പിൽ കുടഞ്ഞിടാൻ കഴിയാത്ത നിസ്സഹായതയോടെ ക്രിസ്റ്റി കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞ് കുനിഞ്ഞിരുന്നു. അവൻ പറയുന്നതിൽ അല്പം കാര്യമുണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഫൈസിക്ക് അവനോട് പറയാനൊരു മറുപടി കിട്ടാഞ്ഞത്. ആർക്കൽ തറവാട്ടിൽ ഇനിയൊരു മാറ്റം വരിക എന്നത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന പോലെ പ്രയാസമുള്ളതാണെന്ന് ഫൈസിക്ക് നന്നായിട്ട് അറിയാം. നീ വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും.
ക്രിസ്റ്റിയുടെ തോളിൽ തട്ടിയത് പറയുമ്പോഴും എന്താണ് ഒരു വഴി എന്ന് തന്നെയായിരുന്നു ഫൈസിയുടെ മനസ്സിൽ നിറഞ്ഞത് അത്രയും. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.